എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ സമയം തികയുന്നില്ല, കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ സമയത്തെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് സമയം കിട്ടാത്തതോ സമയം തികയാത്തതോ അല്ല, സമയത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തതാണ്. കാരണം സിവിൽ സർവീസിൽ 1ാം റാങ്ക് നേടിയ, ദിവസവും 10 മണിക്കൂറിലധികം പഠിക്കുന്ന ആദിത്യ ശ്രീവാസ്തവയ്ക്കും, അതുപോലെ തന്നെ ദിവസവും ഒരാഴ്ചയിൽ 80 മുതൽ 100 മണിക്കൂർ വരെ ജോലി ചെയ്ത, അങ്ങനെ ജോലി ചെയ്താലാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുക എന്ന് പറഞ്ഞ ഇന്ന് ലോകത്തെ അടക്കി വാഴുന്ന ഇലോൺ മസ്കിനും, അതുപോലെ തന്നെ രാവിലെ 4:30 എഴുന്നേൽക്കുകയും ഒരു ഓഫീസിൽ ആദ്യം എത്തുകയും അവസാനം പോവുകയും ചെയ്യുന്ന ആപ്പിളിൻ്റെ CEO ആയ ടിം കുക്കിനും ഒക്കെയുള്ളത് 24 മണിക്കൂറാണ്. യെസ്, നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ഉള്ളത് ദിവസം 24 മണിക്കൂറാണ്. ആ 24 മണിക്കൂറിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റും നിങ്ങളുടെ സക്സസ്സും ഇരിക്കുന്നത്. സോ ഹൗ ടു മാനേജ് യുവർ ടൈം, എങ്ങനെയാണ് നിങ്ങളുടെ സമയത്തെ കൃത്യമായി ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ 5 വഴികളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ വഴി എന്ന് പറയുന്നത് പ്ലാൻ ദി ഡേ. നിങ്ങളുടെ ദിവസത്തെ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റ് ആണ്. ഓക്കെ, ടു ഡു ലിസ്റ്റ്. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ടാസ്കുകളാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വയ്ക്കുക. ആ എഴുതി വയ്ക്കുന്നതിൻ്റെ കൂടെ അതിന് പ്രയോറിറ്റി കൂടി ഡിസൈൻ ചെയ്യുക. കാരണം ചില കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തീർക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും, ചിലത് നമുക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യക്കുറവുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ പഠിക്കുക എന്ന് പറയുന്ന ജോലിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അയാൾക്ക് താല്പര്യം കുറവായിരിക്കും. പക്ഷേ അന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം എന്ന് പറയുന്ന ജോലിയോട് അയാൾക്ക് കുറച്ച് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. എന്നാൽ നിങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ദിവസത്തെ പ്ലാൻ ചെയ്യുക. അന്ന് ചെയ്യാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും ചെയ്തു തീർക്കുക. രാത്രി ഉറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം, ഇന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ എനിക്ക് പറ്റി എന്നുള്ളത്. രണ്ടാമത്തേത് അവോയ്ഡ് മൾട്ടി ടാസ്കിങ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ സമയത്തെ ലാഭിക്കുകയല്ല, സമയത്ത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി പഠിക്കുക എന്നുള്ളൊരു ജോലിയുണ്ട്, അതുപോലെ തന്നെ ചിലപ്പോൾ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട TV പ്രോഗ്രാമും അവന് ഇഷ്ടപ്പെട്ട TV പ്രോഗ്രാമും അവന് കാണണം. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ആ പ്രോഗ്രാം കണ്ടുകൊണ്ട് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് അവൻ്റെ പഠിത്തവും നടക്കുന്നു, അവന് TV പ്രോഗ്രാം കാണുന്നതും നടക്കുന്നു. അവൻ സമയം ലാഭിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ അവന് TV പ്രോഗ്രാം നന്നായിട്ട് ആസ്വദിച്ച് കാണാനും പറ്റില്ല, അവന് കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് ജോലിയാണ് ചെയ്യുന്നതെങ്കിലും, നിങ്ങൾ ഏത് മേഖലയിലാണ് സമയത്ത് ചെലവഴിക്കുന്നതെങ്കിലും ഉറപ്പായിട്ടും മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ജോലി ഇപ്പോൾ എന്താണോ ആ ഒരു ജോലി മാത്രം നിങ്ങൾ ഏകാഗ്രതയോടെ ചെയ്തു തീർക്കുക. അല്ലാതെ ഒന്നിലധികം ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കളയുകയും ആ ജോലി പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യത്തുള്ളൂ. സോ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിമിറ്റ് യുവർ ടൈം. നമുക്ക് എല്ലാവർക്കും സമയം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ആ ഡിസ്ട്രാക്ഷൻസിനെ കണ്ടെത്തി ആ ഡിസ്ട്രാക്ഷൻസിൻ്റെ സമയം എത്രയും പെട്ടെന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് കൂടുതൽ ആളുകൾക്കും സോഷ്യൽ മീഡിയ ആണ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഇൻസ്റ്റഗ്രാം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്ത് അയാളുടെ ദിവസത്തിലെ സമയം മുഴുവൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഫോക്കസ് മോഡ് ഉണ്ട്. ആ ഫോക്കസ് മോഡ് എടുത്ത് ഇൻസ്റ്റഗ്രാമിൻ്റെ ടൈം ഒരു അരമണിക്കൂറായോ 1 മണിക്കൂറായോ ഒക്കെ നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. ആ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റഗ്രാം ഓഫ് ആവുന്നു. പിന്നീട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫോക്കസ് മോഡ് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ഫോക്കസ് മോഡ് ഓൺ ആക്കിക്കൊണ്ട് ആ ഒരു ടൈം ലിമിറ്റ് ചെയ്യാം. ഇനി ഞാൻ കൂടുതൽ സമയം TV കാണുന്നതുകൊണ്ടാണ് എൻ്റെ സമയം പോകുന്നതെങ്കിൽ എൻ്റെ മനസ്സിൽ തന്നെ ഉറപ്പിക്കുക, ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇന്ന് TV കാണും, അതിനുശേഷം കാണില്ല എന്നുള്ളത്. അങ്ങനെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിന് നിങ്ങളൊരു ടൈം ലിമിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡെഡ് ലൈൻസ് ആണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചു തീർക്കണം. അപ്പോൾ ഇന്ന് ഒരു ടോപ്പിക്ക് പഠിച്ചു തീർക്കുക എന്ന് പറയുന്നതിന് പകരം ഞാൻ കൃത്യമായിട്ട് എന്ത് തീരുമാനിക്കുന്നു, ഇന്ന് വൈകിട്ട് 4 മണിക്കുള്ളിൽ ഞാൻ ആ ടോപ്പിക്ക് പഠിച്ചു തീർക്കും. അല്ലെങ്കിൽ ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ ഞാൻ ആ ടോപ്പിക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യും. ആ 8 മണിക്കുള്ളിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാകും. അത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റിനെ നന്നായിട്ട് സഹായിക്കും. ഇനി ഡെഡ് ലൈനിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് 2 അഡീഷണൽ ടിപ്സ് പറഞ്ഞു
പറഞ്ഞു തരാം. ഒന്നുമില്ല, ഈ ഡെഡ് ലൈൻ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ടാസ്ക് തീർക്കുകയാണെങ്കിൽ സ്വയം നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യുക. അങ്ങനെ തീർക്കാൻ പറ്റിയില്ല എങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ 7 മണിക്ക് മുമ്പ് പഠിച്ചു തീർക്കാമെന്ന് വിചാരിച്ചു. 7 മണിക്ക് മുമ്പ് ഞാൻ പഠിച്ചു തീർത്തു. അങ്ങനെയാണെങ്കിൽ അന്ന് ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ ഫോക്കസ് മോഡ് 1 മണിക്കൂറിൽ നിന്ന് ഞാൻ ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറിലോട്ടോ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂറിലോട്ടോ മാറ്റും. അപ്പോൾ എനിക്ക് ഒരു സന്തോഷമായി, 15 മിനിറ്റ് കൂടുതൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ ആ ഡെഡ് ലൈനിന് ഞാൻ എൻ്റെ കറക്റ്റ് ടാസ്ക് തീർത്തതുകൊണ്ട് ഞാനൊരു ചോക്ലേറ്റ് വാങ്ങിക്കഴിക്കുന്നു, ഞാൻ തന്നെ ഗിഫ്റ്റ് നൽകുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാകും. നാളെയും ഈ ഡെഡ് ലൈൻ കറക്റ്റായിട്ട് തീർക്കാൻ തോന്നും. ഇനി അഥവാ ഡെഡ് ലൈൻ കറക്റ്റായിട്ട് തീർത്തില്ല എങ്കിൽ സ്വയം പണിഷ്മെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം 1 hour ആയിരുന്നു 45 minutes ആക്കുക. അല്ലെങ്കിൽ എല്ലാ ദിവസവും ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് ചോക്ലേറ്റ് വാങ്ങാതിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സ്വയം ഗിഫ്റ്റ് ചെയ്യാനും പറ്റും. ഡെഡ് ലൈൻ കറക്റ്റ് തീർത്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്വയം പണിഷ് ചെയ്യാനും പറ്റും. ഓക്കെ, ലാസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേഷൻ എന്താണെന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ ചെയ്യേണ്ട, പിന്നെ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഇപ്പോൾ അതൊന്നും പഠിച്ചാലോ, വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, അല്ലേ? ഇപ്പോൾ ആ ജോലി അങ്ങ് ചെയ്ത് തീർത്താലോ, വേണ്ട ഒരു ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് ജോലി ചെയ്യാം. ഈ ഒരു പരിപാടിയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ സമയത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരു കാര്യം ഉറപ്പായിട്ടും പ്രൊക്രാസ്റ്റിനേഷൻ ആയിരിക്കും. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷൻ ഉറപ്പാക്കുക. ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ചെയ്യുക. ഓക്കെ, പ്രൊക്രാസ്റ്റിനേഷൻ ഉറപ്പാക്കാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒരു ജോലി ചെയ്യാൻ നേരത്ത് ആ ജോലി പിന്നെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 5 ടിപ്സ് എന്ന് പറയുന്നത്. ഈ ടിപ്സിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അറിയിക്കാനും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നല്ല ടിപ്സ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. മാത്രമല്ല ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അനിയ കെ ടെക്.